ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വിളിക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന വേക്കൻസിയാണ്. ഇന്ത്യൻ റെയിൽവേ NTPC വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതേപോലെ 5810 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിലേക്ക് ബിരുദധാരികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതേപോലെ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യൻ റെയിൽവേയിൽ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാവുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് NTPC ഗ്രാജുവേറ്റ് 2025 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 5810 ഒഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2021 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളിലായിട്ടാണ് RRB ഒഴിവുകൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. 58 ഒഴിവാണ് തിരുവനന്തപുരം RRBക്ക് കീഴിലുള്ളത്. അതേപോലെ ഇതിലേക്ക് വരുന്ന തസ്തികകളും ഒഴിവും നമുക്ക് നോക്കാം. തസ്തികകളും ഒഴിവുകളും നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 161 വേക്കൻസികളും സ്റ്റേഷൻ മാസ്റ്റർ 615 വേക്കൻസികളും ഗുഡ്സ് ട്രെയിൻ മാനേജർ 3416, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 921, സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് 638, ട്രാഫിക് അസിസ്റ്റൻറ്റ് 59. ഇതിലേക്ക് വരുന്ന യോഗ്യതകൾ എല്ലാ തസ്തികകളിലേക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദം ആണ്, അല്ലെങ്കിൽ അത് തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ് അടിസ്ഥാനമായിട്ട് പറയുന്നത്. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, അതേപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി രണ്ടും കൂടിയോ ടൈപ്പിംഗ് അറിയണം. അതേപോലെ അപേക്ഷകൾ നോക്കാം. അപേക്ഷ ഏതെങ്കിലും ഒരു RRBയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. വിശദമായ വിജ്ഞാപനം നമ്പർ 6/2025 RRBകളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റാണ് ഈ കാണുന്നത്. www.rrbtiruvananthapuram.gov.in എന്ന സൈറ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. നവംബർ 20 അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇതിലേക്ക് തിരുത്തൽ വരുത്തേണ്ടവർക്ക് 22 മുതൽ ഡിസംബർ 2 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.